വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. പുതിയ കണക്കുകൾ വരുന്നുണ്ട്. വയനാട് വരുന്ന കണക്ക് 4 വരെ 57.49% വയനാട്ടെ കണക്ക്. സോ ചേലക്കരയിലെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം 63.95% പോളിംഗ്. അപ്പോൾ അവസാന മണിക്കൂറുകളിൽ ഒട്ടുമിക്ക എല്ലാ വയനാട് ആവട്ടെ ചേലക്കര ആവട്ടെ ഒട്ടുമിക്ക എല്ലാ പോളിംഗ് ബൂത്തുകളിലും അത്യാവശ്യം വോട്ടർമാരുടെ നില ഇപ്പോഴുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ, അവസാന നിമിഷത്തേക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുന്ന കൂട്ടത്തിൽ വോട്ടും അങ്ങനെ അവസാന മണിക്കൂർ ചെയ്യാമെന്ന് വിചാരിക്കുന്നവരുടെ എണ്ണം ചെറുതല്ല. പോളിംഗ് ബൂത്തുകൾ സജീവമാകട്ടെ. ഇനിയിപ്പോൾ 6 മണി 6:30 7 മണി വരെയൊക്കെ നീണ്ടാലും പോളിംഗ് ശതമാനം ഉയരട്ടെ. പോളിംഗ് ശതമാനം ആകാശത്തോളം കുത്തനെ ഉയരട്ടെ. ഇപ്പോൾ നമുക്കിപ്പം വണ്ടൂരിൽ നിന്നും മിഥില ബാലൻ ചേരുന്നുണ്ട്. മിഥില, ഏറ്റവും ഒടുവിൽ വണ്ടൂരെ 56.89% കണക്ക്. എങ്ങനെയാണ് അവിടുത്തെ ബൂത്തുകളിലെ അവസ്ഥ? വോട്ടർമാരുടെ നിലയുണ്ടോ മിഥില? അഷ്മി, നിലവിൽ ബൂത്തുകളിൽ വോട്ടർമാരുടെ ഒരു നീണ്ട നിര വണ്ടൂരിൽ കാണാനില്ല. അതേസമയം തന്നെ സൂചിപ്പിച്ചതുപോലെ 57% പോളിംഗ് ശതമാനം എത്തിയിട്ടുണ്ട്. രാവിലെ ചെറിയ രീതിയിൽ സ്ത്രീ വോട്ടർമാരുടെ ഒരു കൂടുതൽ പങ്കാളിത്തം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് സമയത്ത് മന്ദഗതിയിൽ പുരോഗമിച്ചു. ഇപ്പോൾ ഒറ്റയ്ക്ക് വന്ന് വോട്ട് രേഖപ്പെടുത്തി പോകുന്ന ഒരു കാഴ്ചയാണ്. വലിയൊരു നീണ്ട നിര ബൂത്തുകളിൽ കാണാൻ കഴിയുന്നില്ല. വണ്ടൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം, അതായത് വയനാട് ലോക്സഭാ മണ്ഡലത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയ ഒരു നിയമസഭാ മണ്ഡലമാണ് വണ്ടൂർ എന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകളിൽ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ മുഴുവൻ വോട്ടർമാരെയും പോളിംഗ് ബൂത്തിൽ എത്തിച്ച് വോട്ട് ചെയ്യാനുള്ള ഒരു തന്ത്രപ്പാടാണ് കോൺഗ്രസ് മാത്രമല്ല എല്ലാ പാർട്ടി പ്രവർത്തകരും. കാരണം പോളിംഗ് ശതമാനം ഉയരേണ്ടതുണ്ട്. നിലവിലിപ്പോൾ 57% നിൽക്കുന്നത്. ആകെ 2 ലക്ഷത്തി ഇപ്പോൾ പോൾ ചെയ്തിരിക്കുന്നത് 1,33,214 പേരാണ് നിലവിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2,34,228 ഈ വണ്ടൂർ ലോക്സഭാ മണ്ഡലത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം. അങ്ങനെയെങ്കിൽ ഇനിയും ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താനുണ്ട്. ആ പോളിംഗ് ബൂത്തിൽ എത്താനുള്ള വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിച്ച് വോട്ട് ചെയ്യിക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഈ പോളിംഗ് സ്റ്റേഷനുകൾക്ക് പുറത്ത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുള്ളത്. ഇപ്പോൾ വണ്ടൂർ നഗരത്തിൽ തന്നെയുള്ള ഒരു പോളിംഗ് ബൂത്താണിത്. ഇവിടെ ഇപ്പോൾ ഒരാൾ വന്ന് വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുപോലെ ഒറ്റയ്ക്കും അല്ലെങ്കിൽ ചെറിയ രീതിയിൽ 1, 2, 3 ആളുകളുമായി എത്തി വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് വണ്ടൂരിലെ വിവിധ ബൂത്തുകളിൽ നിന്നും നമുക്ക് ഈ നിമിഷം കാണാൻ കഴിയുന്നത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ഉള്ളത്. ആഷ്മി, ഓക്കെ. അപ്പോൾ കൂടുതൽ പോളിംഗ് ശതമാനം ഉയരട്ടെ. ഇനി പോളിംഗ് ബൂത്തുകളിൽ അവസാന നിമിഷം നിൽക്കുന്ന അവസാന ആൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം എന്തായാലും ഉണ്ടാകും. പരമാവധി പോളിംഗ് ശതമാനം എന്തായാലും ഉയരട്ടെ. അങ്ങനെ പോളിംഗ് ശതമാനം ഉയർന്നാൽ മാത്രമേ നമ്മുടെ ഈ ജനാധിപത്യത്തിന്റെ മഹോത്സവം അതിന്റെ പൂർണ്ണതയിൽ പൂർണ്ണമാകൂ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി 5 മണിയായിരിക്കുന്നു. അടുത്ത 1 മണിക്കൂർ എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായ ക്രൂഷ്യലായ മണിക്കൂറാണ്. അതിന് കാരണം ഏറ്റവും അവസാനത്തെ കണക്കുകൾ വരുന്ന സമയം കൂടിയാണ്. അപ്പോൾ നമ്മുടെ കൽപ്പറ്റയിൽ നിന്നുള്ള വാർത്താ ബുള്ളറ്റിൻ തൽക്കാലം പൂർണ്ണമാകുന്നു.